എൻ്റെ ചോദ്യം ഇനി മറ്റ് മണ്ഡലങ്ങളിൽ, അതായത് ഇവിടെ ഉയരുന്ന വാദം BJPക്ക് ഉയർന്ന വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ഒന്നുകിൽ അപ്രസക്തരായ സ്ഥാനാർത്ഥികൾ നിർത്തി, അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ 2020 എന്ന് കേട്ടാൽ ക്രിക്കറ്റ് അല്ലാതെ വേറൊന്നും അറിയാത്ത മനുഷ്യർക്ക് സ്ഥാനാർത്ഥിയെ കൊടുക്കുന്നു. ഈ ഡീലിന് പറയുമ്പോൾ അതിലൊരു ഒരു മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. ഇപ്പം നേമത്ത് ഞങ്ങൾ LDF ആയിട്ടാണ് ഫൈറ്റ്, ആണോ? അതെ. കഴക്കൂട്ടത്ത് ഞങ്ങൾ LDF ആയിട്ടാണ് ഫൈറ്റ്, വട്ടിയൂർക്കാവിൽ ഞങ്ങൾ LDF ആയിട്ടാണ് ഫൈറ്റ്, കാട്ടാക്കടയിൽ ഞങ്ങൾ LDF ആയിട്ടാണ് ഫൈറ്റ്. അങ്ങനെ തിരുവിതാംകൂറിലെ പല മണ്ഡലങ്ങളിൽ ഞങ്ങൾ LDF ആയിട്ടാണ് ഫൈറ്റ്. ഇപ്പോൾ പാലക്കാടേക്ക് വന്നാൽ ഞങ്ങൾ UDF ആയിട്ടാണ് ഫൈറ്റ്, കാസർഗോഡേക്ക് വന്നാൽ ഞങ്ങൾ UDF ആയിട്ടാണ് ഫൈറ്റ്, മഞ്ചേശ്വരത്തേക്ക് വന്നാൽ ഞങ്ങൾ UDF ആയിട്ടാണ് ഫൈറ്റ്. അപ്പോൾ 10-30 മണ്ഡലങ്ങളിൽ 2 മുന്നണികളിലുമായിട്ട് ഞങ്ങൾക്ക് ഫൈറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിയായിട്ട് ധാരണയിലെത്തുമെന്ന് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ്? അപ്പോൾ CPM-ഉമായിട്ട് ഡീലാണെന്ന് സതീശൻ പറഞ്ഞാൽ ഞങ്ങൾ നേമത്ത് എന്ത് ചെയ്യും? അപ്പോൾ ഈ പറഞ്ഞതിനൊരു അടിസ്ഥാനമല്ല. ഞങ്ങൾ പണ്ടത്തെ ഒരു പൊസിഷൻ അല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ വളർന്നു, ഞങ്ങൾക്ക് MP ആയി, മേയറായി, ഡെപ്യൂട്ടി മേയറായി. ഈ പ്രാവശ്യം നിയമസഭയിൽ ഞങ്ങൾക്ക് നല്ല നിലയിൽ അംഗങ്ങളുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഡീലില്ല, ഡീൽ അവർ തമ്മിലാണ്. ഞങ്ങൾക്ക് വിജയസാധ്യതയുള്ളിടത്തെല്ലാം അവർ തമ്മിൽ ധാരണയുണ്ട്. അതാണ് ഈ അടിസ്ഥാന പ്രശ്നം. പക്ഷേ ഇപ്പം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ NDA BJP എന്ന് അവർക്കറിയാം. പക്ഷേ 2020 എന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് 2020യുടെ സ്ഥാനാർത്ഥി വരുന്നു. അല്ല, കടന്നപ്പള്ളി അല്ല, പിന്നെ രാമചന്ദ്രൻ അല്ല, നമ്മൾ കണ്ണൂർ സ്ഥാനാർത്ഥി എലത്തൂരിൽ 500 വോട്ടില്ല NCPക്ക്. ഞാൻ എണ്ണി പറഞ്ഞുതരാം, NCPക്ക് 500 വോട്ടില്ല. ആടെ എപ്പോഴും ആ ശശീന്ദ്രൻ കൊടുത്തില്ല. അപ്പം ഞങ്ങൾ പറയണം അതൊക്കെ ഡീലാണെന്ന്. എങ്ങനെ? ഞങ്ങളിപ്പോൾ ഒരു പരീക്ഷണം നടത്തുകയാണ്. 2020യുടെ ആയിട്ട് ഞങ്ങളൊരു ധാരണയിലെത്തിയിരിക്കുന്നു. അതിനൊരു ഇപ്പോൾ BD ജെയ്സ് ആയാലും 2020 ആയാലും ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് നോക്കിയിട്ടല്ല, അതൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, അവർക്ക് ഒരു ജനവിഭാഗത്തിന് പിന്തുണയുണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സീറ്റ് കൊടുത്തു. കിട്ടേണ്ട കൃത്യമായി ഉറച്ച വോട്ടുകളുള്ള മണ്ഡലത്തിലോ 100 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. ഈ പറഞ്ഞൊരു അടിസ്ഥാനമല്ല. CPIക്ക് പല മണ്ഡലങ്ങളിലും ആളെയില്ല. പക്ഷേ ഇവർ 30 സീറ്റ് 25 സീറ്റ് അവർ കൊടുത്തില്ലേ? അതൊന്നും നിങ്ങൾ ചോദിക്കാത്തത് എന്താണ്? ഞങ്ങൾ അതൊക്കെ വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്.